ഹലോ, വിക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നത് സി പ്ലാന്റ് ആണ് കേട്ടോ. സി പ്ലാന്റ് പലതരത്തിലുണ്ട്. ഇതിപ്പോൾ നോർമൽ ടൈപ്പ് സി പ്ലാന്റ് ആണ്. ഈ ഗ്രീൻ കളറിൽ തന്നെ ഒരല്പം ലീഫ് ബാക്കിലോട്ട് വളഞ്ഞിട്ട് അധികം ഉയരം വെക്കാത്തൊരു തരം സി പ്ലാന്റ് വേറെ ഉണ്ട്. അതുകൂടാതെ ബ്ലാക്ക് കളറിലുള്ള ലീഫ് ബ്ലാക്ക് കളറോട് കൂടിയിട്ടുള്ള സി പ്ലാന്റ് വേറെ ഉണ്ട്. പിന്നെ അധികം ആരും കാണാത്ത ഒരു സി പ്ലാന്റിൻ്റെ വെറൈറ്റി ഉണ്ട്. അത് വെറിഗേറ്റഡ് ആണ്, വൈറ്റ് കളറ്. ഈ ലീഫിൽ തന്നെ, ഈ ഗ്രീൻ ലീഫിൽ തന്നെ വൈറ്റ് കളറ് മിക്സ് ആയിട്ടാണ് അത് വരുന്നത്. ഈ പ്ലാന്റ് അങ്ങനെ പലതരത്തിലുണ്ട്. പലതരത്തിൽ നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ലീഫിൽ നിന്ന് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ലീഫിൽ നിന്നായാലും തണ്ടിൽ നിന്നായാലും ഏത് രീതിയിലാണോ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്, ഏത് രീതിയിലായാലും അതിൻ്റെ അടിയിൽ അതിനൊരു ബൾബ് ഉണ്ട്. ഒരു വൈറ്റ് കളറിൽ ഒരു ബൾബ് ഫോം ചെയ്യും. ആ ബൾബ് അതിൻ്റെ അടിയിലുള്ളത് കൊണ്ട് തന്നെ അതിന് കുറേ നാൾ, ഈ പ്ലാന്റിന് കുറേ നാൾ കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നല്ലപോലെ മണ്ണ് ഡ്രൈ ആയതിന് ശേഷമേ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ചില പ്ലാന്റ്സിന് 4 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ചാൽ മതിയാവും. ചിലതിന് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ലാത്ത പ്ലാന്റ്സ് ഉണ്ട്. ലീഫ് എടുത്തിട്ടും അതേപോലെ ഈ കാണുന്ന തണ്ടിൻ്റെ 2 ലീഫുകളുടെ ഇടയിലായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അതുകൂടാതെ ഈ ഒരു വലിയൊരു തണ്ട് അടിയിൽ നിന്നും കട്ട് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് ലീഫിൽ നിന്നുള്ള പ്രൊപ്പഗേഷനാണ് കേട്ടോ. ഇതേപോലെ ഒരു ലീഫ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചാണകപ്പൊടി, മണ്ണ്, അതേപോലെ തന്നെ കൊക്കോപ്പിറ്റും കൂടി മിക്സ് ചെയ്തിട്ട് അതിലാണ് ഈ ഒരു ലീഫ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. സി പ്ലാന്റിൻ്റെ വളർച്ച വളരെ പതുക്കെയാണ് കേട്ടോ. ലീഫ് മണ്ണിൽ വെച്ചിട്ട് ഒരു 2-3 മാസത്തിന് ശേഷമാണ് എൻ്റെ ഈ ലീഫ് ഇങ്ങനെ ആയി കിട്ടിയത്. ഈ ലീഫിൻ്റെ അടിയിൽ റൂട്ടും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനൊരു ബൾബും കാണാം. ഈ ചെറിയ കുട്ടികളൊക്കെ വിത്തൊക്കെ മുളപ്പിക്കാനായിട്ടിട്ട് ഇതിന് മാറ്റം വന്നു എന്ന് അറിയാനായിട്ട് പൊന്തിച്ച് നോക്കില്ലേ, അതേപോലെ ഞാൻ ചെയ്തതാണ്. ഒരു മാറ്റം വരാണ്ട് ഈ ഇല ഇങ്ങനെ തന്നെ നിൽക്കണ കണ്ടപ്പോൾ എന്തായി എന്നറിയാനായിട്ട് ഞാനൊന്ന് പൊന്തിച്ച് നോക്കിയ വീഡിയോ ആണ് ഈ കാണുന്നത്. ഞാൻ എടുത്തപ്പോൾ അതിനൊരു ഡാമേജൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ആരും ഇതേപോലെ ചെയ്ത് നോക്കണ്ട. നമ്മൾ ലീഫ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ അടിയിൽ ഇതേപോലെ ബൾബ് ഫോം ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ വളർച്ച വളരെ പതുക്കെയാണ് കേട്ടോ. പ്ലാന്റിൽ നിന്ന് ഒരു ലീഫ് കട്ട് ചെയ്തെടുത്തിട്ട് അത് 2-3 ദിവസം വെറുതെ ഒരു സ്ഥലത്ത് വെക്കുക. ഉണ്ണികളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും എടുത്ത് കളിക്കാത്തതുപോലെ, അതേപോലെ വല്ല മൃഗങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവരൊന്നും അടുത്തേക്ക് വരാത്തതുപോലെ എവിടെയെങ്കിലും ഇത്തിരി ഉയരത്തിലൊക്കെ ആയിട്ട് ഈ ലീഫ് 3 ദിവസം വെറുതെ വെക്കുക. അപ്പോൾ നമുക്ക് ആ ലീഫിൻ്റെ കട്ട് ചെയ്തെടുത്ത ഭാഗത്ത് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു കോട്ടിങ് പോലെ കാണാൻ പറ്റും. അങ്ങനെ ആയിട്ട് നമ്മൾ മണ്ണിൽ വെക്കുകയാണ് കേട്ടോ നല്ലത്. നേരിട്ട് വെക്കുമ്പോൾ അതിൻ്റെ നനവൊക്കെ ഉള്ള കാരണം അത് ചിലപ്പോൾ പെട്ടെന്ന് ചീഞ്ഞ് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മണ്ണിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പിടിച്ച് കിട്ടും കേട്ടോ. സി പ്ലാന്റിനെ മണ്ണിൽ വെക്കുന്നത് പോലെ തന്നെ നമുക്ക് വെള്ളത്തിൽ വെച്ചിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വേറെ വീഡിയോ പിന്നെ ചെയ്ത് കാണിച്ചു തരാം. ഇതേപോലെ ഇങ്ങനെ ഒരു ബൾബ് ഫോം ആയിട്ടുണ്ടെങ്കിൽ, അതേപോലെ റൂട്ടും ഉണ്ട് അതിൽ, അതേപോലെ ഫോം ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ആ പ്ലാന്റ് പിടിച്ച് കിട്ടും. ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ ആ ലീഫ് കുറേ നാളുകൾക്ക് ശേഷം, ഒരു 2-3 മാസങ്ങൾക്ക് ശേഷം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത്. അത്രയും നാൾ പിടിക്കും ഈ പ്ലാന്റ് ഇതേപോലെ കിട്ടാനായിട്ട്. നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ബൾബ് ഫോം ചെയ്തിട്ടുള്ള ലീഫിൽ ആദ്യമായിട്ട് വന്നത് ഈ അടിയിലുള്ള ചെറിയ തണ്ടാണ് കേട്ടോ. ആ ചെറിയ തണ്ട് പുതിയതായിട്ട് വന്ന് ഇത്തിരി നാൾ കഴിഞ്ഞപ്പോൾ തന്നെ മുന്നേ ഉണ്ടായിരുന്ന ഒറ്റയ്ക്ക് കണ്ട ലീഫ് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആകെ പഴുത്ത് മഞ്ഞ നിറമായിട്ട് അത് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. സി പ്ലാന്റിൻ്റെ ലീഫുകളുടെ വളർച്ചയ്ക്കനുസരിച്ച് തന്നെ ബൾബും നല്ല വലുപ്പത്തിലായിട്ട് വരുന്നുണ്ട് കേട്ടോ. മണ്ണും ചാണകപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ആ പോട്ടിംഗ് മിക്സ്ചറിലാണ് ഞാൻ സി പ്ലാന്റ് വെക്കുന്നത്. സി പ്ലാന്റിൻ്റെ ബൾബ് മാത്രം മണ്ണിൻ്റെ അടിയിലേക്കൊന്ന് വെച്ച് കൊടുക്കുക വേണ്ടൂ. സി പ്ലാന്റ് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഒരല്പം കൂടി വലിപ്പം വന്നതിന് ശേഷം നമുക്കത് നല്ലൊരു പോട്ടിലേക്ക് മാറ്റിയിട്ട് ഇൻഡോറായിട്ട് വെക്കാം. ഇതിൻ്റെ വളർച്ച ഇത്തിരി പതുക്കെ ആയാലും വളർന്ന് കിട്ടുമ്പോൾ അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇൻഡോറിൽ ഇതിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്. സി പ്ലാന്റിൻ്റെ പുതിയ വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോയിൽ പിന്നെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.